ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്ലീനിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംക്രാന്തി ആയിട്ട് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ വീഡിയോ ആയിരുന്നു. ഇനി ഞാൻ റൂം ക്ലീൻ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യണത്. അപ്പോൾ ഇനി പാർട്ടായിട്ട് ഞാൻ എല്ലാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് റൂം ക്ലീൻ ചെയ്യുകയാണ്. അതായത് ഗ്രീഷ്മയുടെ റൂമാണ് ആദ്യം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ വിൻഡോ സൈഡൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ജനൽ കമ്പിയും അതുപോലെ തന്നെ ജനലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അവിടെയാണ് കുറച്ച് കൂടുതൽ പണി. പിന്നെ മൊത്തത്തിൽ ഈ റാക്കിൻ്റെ മുകളിലൊക്കെ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പേസ് കാണുമ്പോൾ സാധനങ്ങൾ നിറയ്ക്കണത് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ. ഞങ്ങളുടെ ആയാലും ശരി, അമ്മയുടെ ആയാലും ശരി. അപ്പോൾ അതാണ് ആദ്യം ചെയ്യണത്. അതുമാത്രമല്ല, നമുക്ക് അധികം സ്പേസ് ഒന്നുമില്ല സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റാക്കിൻ്റെ മുകളിലൊക്കെ കയറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അധികം നീട്ടണില്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വിൻഡോന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കമ്പിയുടെ മുകളിൽ നല്ല രീതിക്ക് കമ്പിയുടെ മുകളിൽ ചളിയും പൊടിയൊക്കെ നല്ല രീതിക്കുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണത് ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാറുള്ളൂ. തീരെ ക്ലീൻ ചെയ്യില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ അത്രയും നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്യണത് ഇങ്ങനെ സംക്രാന്തി ആ ഒരു ടൈമിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ജനലിൻ്റെ മുകളിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റുന്നുണ്ട്. ജനലിൻ്റെ മുകളിൽ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ. പിന്നെ ഇത് രീഷ്മ രാത്രി വെള്ളം കുടിച്ചിട്ട് ആ ബോട്ടിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവളങ്ങനെ വെള്ളം നിറച്ച് കുടിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു ടവൽ നനച്ചിട്ട് നല്ല രീതിക്ക് അവിടെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കമ്പിയുടെ മുകളിലൊക്കെ നല്ല രീതിക്ക് തുടയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ നമ്മൾ തുടച്ചാലും കണ്ടില്ലേ, നല്ല പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തുടച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നല്ല രീതിക്ക് പൊടി പിടിക്കും. ഇതിപ്പോൾ ഒരു മാസം മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഒരു മാസമായിട്ടില്ല, ഒരു 2-3 ആഴ്ച മുന്നേ ഈ ജനലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ നല്ല രീതിക്ക് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെയൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. പിന്നെ കമ്പിയൊക്കെ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസും കൂടി നമ്മൾ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്, എന്നാലും തുടച്ചെടുക്കുന്നുണ്ട്. മാറാലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ വിൻഡോ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ തുടയ്ക്കണത് എ സി ആണ്. എ സിയുടെ മുകളിലും നല്ല രീതിക്ക് പൊടിയുണ്ട്. അപ്പോൾ എ സി ആണ് പിന്നെ തുടയ്ക്കണത്. അപ്പോൾ ടവൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ച് കൊടുന്നിട്ടാണ് കേട്ടോ തുടയ്ക്കണത്. ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ ഒക്കെ ഒന്ന് മാറ്റിയിടാം. കാരണം നമ്മൾ ഈ മറാലയും പൊടിയൊക്കെ അടിക്കുമ്പോൾ അത് ബെഡിലേക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ പൊടിയാവില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത് മാറ്റിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അത് വെറുതെ പൊടി പിടിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മാറ്റിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രഷായിട്ട് ഞാൻ ഫാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാറാല അടിക്കണ ചൂലാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടില്ലേ ഇങ്ങനൊരു ബ്രഷ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു മാറാല ചൂല്. കാരണം നല്ല രീതിക്ക് പൊടി പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഫാനിൻ്റെ ലീഫ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊടിയൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ടവൽ നനച്ചിട്ട് ഒന്നും കൂടി ഫാനൊക്കെ നന്നായി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ റാക്കാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ റാക്കിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റാണ് ആ ഇരിക്കണത് കേട്ടോ. ആ ഒരു കവറിൽ വെച്ചിരിക്കുന്നത് ഹെൽമെറ്റാണ്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കാർഡ്ബോർഡ് കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ താഴത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാറാലച്ചോല് ഉപയോഗിച്ചിട്ട് തന്നെ അവിടുത്തെ മാറാലയും പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി നീക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ റാക്കിലത്തെ പൊടികളും മാറാലൊക്കെ ഞാൻ ഈ ഒരു ചൂല് ഉപയോഗിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കാനുള്ളത് അലമാരുടെ മുകളിൽ നിങ്ങൾക്ക് കാണാനുണ്ടാവും നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അവിടെ 2 ബോക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ ബോക്സിലാക്കി വെച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ ഒന്ന് ടവൽ ഉപയോഗിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് നനച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫൈനലി ഞാനൊരു ന്യൂസ് പേപ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ 2025 കലണ്ടർ റാക്കിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അവിടെ നിന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ കയറ്റി വെക്കുന്നുണ്ട്. ഈ 2 ബോക്സ് മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വാസലീനും കൂടി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സാധനങ്ങളും വെക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം നമ്മുടെ. ഇനി നെക്സ്റ്റ് ടവൽ നനയ്ക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയതാണ്. അപ്പോൾ ടവൽ നനച്ചിട്ട് പിന്നെയും വരുന്നുണ്ട്. അലമാര മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിലായിട്ട് ഞാനതാ ഇവിടെയൊക്കെ മിററിൻ്റെ മുകളിലും അതുപോലെ അലമാരയുടെ സൈഡും ഫ്രണ്ട് ഭാഗവും എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അലമാര മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡോറൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഡോറിൻ്റെ മുകളിൽ നല്ല രീതിക്ക് പൊടി മാറാലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നനച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തുടക്കം ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ടിലും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. കട്ടിലിൻ്റെ ഈ ഒരു പോർഷനിലും അതുപോലെ സൈഡ് പോർഷനും മാത്രമേ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി തുടച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തറയിൽ നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരിയെടുക്കാം. എന്നിട്ട് ഫൈനലി നമുക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂം ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചിടാം. അപ്പോൾ ഫൈനലി നമ്മുടെ റൂം സെറ്റായിട്ടാണ്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഭയങ്കര ഒരു സുഖമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി റൂം മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ. അപ്പോൾ സംക്രാന്തിയായിട്ട് എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ലേ വീടൊക്കെ? അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ പാർട്ടായിട്ട് അടുത്ത വീഡിയോസ് പുറകെ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.